നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ സ്പെഷ്യൽ കൗതുക കാഴ്ചകൾ ക്ഷാമമില്ലാതെ തുടരുകയാണ്. ആഹാ, സർവം മായ. കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്താനുള്ള ഇവരുടെ അത്യപൂർവമായ കഴിവ് അതൊരു വിസ്മയം തന്നെ. ശിവൻകുട്ടിയണ്ണൻ ഇതിന് നാളെ ഇറക്കാൻ പോകുന്ന ക്യാപ്സ്യൂൾ എന്താണെന്നറിയാമോ? അതുവഴി പോയപ്പോൾ എൻ്റെ ഒരു വോട്ടറാണല്ലോ ക്ഷേത്രത്തിലെ പൂജാരിയും, അതുകൊണ്ട് വോട്ട് ചെയ്യണേ എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് അമ്പല നട വരെ പോയതും അവിടെ നിന്ന് ഇലയാണ് വാങ്ങിച്ചത്. ഇല വാങ്ങിച്ചപ്പോൾ തന്നെ ആ ഇലയുടെ വിലയും കൊടുത്ത് ആ സംഭവം അവിടെ അവസാനിപ്പിച്ചു. ആ ബന്ധം അവിടെ തീർന്നു. നിരീശ്വരവാദികളാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ സർവ അമ്പലങ്ങളെയും കൊള്ളയടിച്ചതും ഈ ഭക്തജനങ്ങളെ മൊത്തം മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചതും ലോകപ്രശസ്തമായ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലും ഇത്രയും മലിനമാക്കിയതും. വിരോധാഭാസം അതിൻ്റെ മൂർധന്യത്തിൽ തന്നെ. പിന്നെ തൊഴുതു എന്നൊരു കുറ്റം പാർട്ടി അന്വേഷണത്തിൻ്റെ സമയത്ത് ശിവൻകുട്ടി അദ്ദേഹത്തിന് നേരെ വരുത്തില്ല. അതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രസാദം വാങ്ങുന്നു, പണം കൊടുക്കുന്നു, പ്രസാദം മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അടുത്ത ആളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു. എന്താണെങ്കിലും മന്ത്രിയപ്പൂപ്പൻ ഇലക്ഷൻ പ്രമാണിച്ച് മിത്തിനെ അല്പകാലത്തേക്ക് വിട്ട് വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇലക്ഷൻ നാടകത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ പൊന്നണ്ണന്മാരെ, ജീവിക്കാൻ വേണ്ടി പല അഭ്യാസവും നടത്തുക എന്ന് കേട്ടിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി പല വേഷം കെട്ടലുകളും മനുഷ്യർ നടത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉളുപ്പും ഇല്ലാതെ വേഷം മാറി മാറി കെട്ടുന്ന, അതും ഒരിക്കൽ തള്ളിപ്പറഞ്ഞ അതേ വേഷം ആ തള്ളിപ്പറഞ്ഞത് കേട്ട ജനത്തിൻ്റെ മുന്നിൽ കെട്ടാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെ സമ്മതിച്ചു തന്നു. സംവാദത്തിന് എന്നെ വെല്ലുവിളിക്കുക, ഞാനത് സമ്മതിച്ച് സമയം നിശ്ചയിക്കുക. അതെന്താ ശിവൻകുട്ടിയണ്ണ, നെറ്റിയിൽ കാക്ക കാഷ്ടിച്ചോ? സമയം സ്ഥലം നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുക. അതിനുശേഷം കാലമാറി വർത്തമാനം പറയുന്നത് ഒരു മര്യാദയാണ്. മര്യാദരാമൻ ആരെ മര്യാദ പഠിപ്പിക്കുന്നതെന്നോ? രാജീവ് ചന്ദ്രശേഖരനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് അറിഞ്ഞില്ലായിരുന്നോ നിങ്ങൾ? രാഷ്ട്രീയ സംവാദം എന്നോട് സംവദിച്ച് ജയിച്ചു കഴിഞ്ഞാ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞു കാണും. അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഏതായാലും തരത്തിലേ കളിക്കുന്നുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചതോടുകൂടി അണ്ണൻ ഖിന്നനായി. പരസ്യ സംവാദം നടത്തുന്ന പരീക്ഷയിൽ അദ്ദേഹത്തിന് 0 മാർക്ക് കിട്ടും, എനിക്ക് A+ കിട്ടും. അങ്ങനെങ്കിലും ഒരു A+ കാണാമെന്നായിരുന്നു വിചാരിച്ചത്. അതും നടന്നില്ലല്ലോ അണ്ണ. സംവാദത്തിന് എന്നെ വെല്ലുവിളിക്കുക, ഞാനത് സമ്മതിച്ച് സമയം നിശ്ചയിക്കുക. സംവാദമൊക്കെ അങ്ങ് വീട്. അതിൻ്റെ കാരണം എന്താ, കാര്യം എന്താന്നൊക്കെ നമുക്കറിയാം. ഈ നെറ്റിയിൽ വരച്ചു വെച്ചിരിക്കുന്ന കലാരൂപത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല കമ്മ്യൂണിസ്റ്റുകാരാ. സ്ഥലം നിശ്ചയിക്കുക. അതിനുശേഷം അദ്ദേഹം കാരണാഭൂതത്തിൻ്റെ അനുഗ്രഹം, സ്പെഷ്യൽ പ്രത്യേക അനുഗ്രഹം കിട്ടാൻ വേണ്ടി അദ്ദേഹം വല്ലതും തന്നത് നെറ്റിയിൽ വാരി പൂശിയതായിരിക്കും അല്ലേ? അതിനെ സാധ്യതയുള്ളൂ. അതോ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചപ്പോൾ ചമ്മന്തിയിൽ നെറ്റി കുത്തി വീണതാണോ? എന്താണെങ്കിലും ചന്ദനക്കുറി ആയിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ നിലപാടുകളുള്ളവരാ അല്ലേ അണ്ണാ? നമ്മൾ ഒരു തടവ പറഞ്ഞ അത് 1000 തടവിയ മാതിരിയാ അല്ല, പറഞ്ഞ മാതിരിയാ. ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമേ ഇവർ 3-4 പേര് ഇല്ല കോളേജ് പഠിക്കുന്ന പയ്യന്മാർ ഈ ചില സമയത്ത് നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഈ നാട്ടിൻപുറത്തെ കലിങ്കയിലൊക്കെ ഇരുന്നുകൊണ്ടേ പെൺപിള്ളേരെ ഷൂള അടിക്കാനിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതുപോലാണ് തോളിലൊക്കെ കൈയിട്ട് എന്തോ ഒരു കൗതുക കാഴ്ച കാണുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് കാഴ്ച കാണുന്നത്. ആ ആളാണോ ഇത്? ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് തിരിഞ്ഞു നിൽക്കുന്ന ആളാണോ ഈ വാരി പൂശിയിരിക്കുന്നത്? തുടയ്ക്കാൻ മറന്നതാണോ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിന് മുമ്പ്? അതിനുശേഷം കാലമാറി വർത്തമാനം പറയുന്നത് ഒരു മര്യാദയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെ കൊണ്ട് തന്നെ അങ്ങേരെ സംവാദത്തിന് തയ്യാറാകാതിരുന്നത്. ഇങ്ങനെ ആസനത്തിൽ ആല് മുളച്ച് അത് തണലാക്കി അതിൽ ഊഞ്ഞാല് കെട്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ അടുത്ത് ആരെങ്കിലും വരുമോ മിണ്ടാൻ? ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല. അടുത്തത് ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, എന്നാലും
എന്തുകൊണ്ട് അവർ ഇറങ്ങാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആക്ടിവിസ്റ്റുകളും മറ്റു ആളുകൾക്ക് രംഗത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആക്ടിവിസ്റ്റുകൾക്ക് ഇറങ്ങാനുള്ള ഇടമല്ല ശബരിമല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് കാട്ടിയ ചന്തുവിനെ ജയിപ്പിക്കാനാവില്ല മക്കളെ. ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല. ഈ ആക്ടിങ് കാണുന്ന ഇവരുടെ സ്വന്തം ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗതി. ആക്ടിവിസ്റ്റുകൾക്ക് നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല, അത് ഭക്തർക്ക് പോകാനുള്ള ഇടമാണ്. ആരാണ് സഖാവേ ഈ ഭക്തൻ, ഭക്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അല്പം വിശദമായി അങ്ങേക്ക് സംസാരിക്കാൻ സാധിക്കുമോ ഈ നിമിഷത്തിൽ? സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ച് ഇവിടെ കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ശാന്തതയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ കലാപകലുഷിതമായ അന്തരീക്ഷത്തെ ശാന്തതയിലേക്ക് നയിച്ച ഈ വിദ്വാൻ പിന്നീട് ശ്രീ ശാന്താനന്ദ തിരുവടികൾ എന്നാണ് പൂർവാശ്രമത്തിൽ അറിയപ്പെട്ടതത്രേ. വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി വരഞ്ഞ് കണ്ടം തുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് പോറലുകൾക്ക് അവിടെ സ്ഥാനമില്ല. നമുക്ക് പോറലേൽപ്പിക്കുന്ന പരിപാടി ഇല്ലല്ലോ. നമ്മൾ വാളെടുത്താൽ പിന്നെ കണ്ടം തുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ, നശിപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. നമ്മളൊരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. അല്ല, ഈ വിശ്വാസവും വിശ്വാസി സമൂഹവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുള്ളൂ. പിന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം ചോദിച്ചപ്പോൾ മുഴുവൻ അണ്ണൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ ആളല്ലേ. പിന്നെ അവിടെ സ്വർണ്ണക്കൊള്ള നടത്തണോ, സ്വർണ്ണം അവിടെ വെക്കണോ, എടുക്കണോ, മാറ്റണോ, പുതുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ക്ഷേത്രമാണ്, അവിടെ മന്ത്രിക്ക് ഒരു റോളും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ പിന്നെ നിങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം എങ്ങനെ, ഏത് റൂട്ട് വഴി സംരക്ഷിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളുടെ റോൾ എന്തായിരുന്നെന്നാണ് പറയുന്നത്? ഇലക്ഷൻ അടുത്തെന്നും പറഞ്ഞ് മനുഷ്യന്റെ ക്ഷമ ഈ തോതിൽ പരീക്ഷിക്കാന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങല്ലേ നിങ്ങളെല്ലാവരും കൂടെ. ഇനി കേൾക്കാൻ വയ്യ, നിങ്ങൾ മതി, നിങ്ങളുടെ കഴിഞ്ഞ് പോ. ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടാണ് ഈ കൊള്ളത്തരങ്ങൾ മുഴുവൻ വെളിയിൽ വരാൻ ഇടവന്നത്. ഇല്ലെങ്കിൽ അടുത്ത അവതാരം. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണോ ഇങ്ങോട്ട് പോരാൻ? ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് നമ്മുടെ മുഖ്യ മഹാൻ പുതയ്ക്കുന്ന പുതപ്പിന്റെ വില ഞങ്ങൾക്ക് അറിയാനൊത്ത്, ഒരു ദിവസത്തേക്ക് കിടന്ന ബെഡിന്റെ വില അറിയാനൊത്ത്. എത്ര കോടി തിന്നെന്ന. അപ്പൊ കൃത്യമായി ഇതെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ സഹായിച്ചത് ആ അയ്യപ്പ സംഗമം എങ്ങനെ ഇരിക്കുന്നു? ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതെന്ന്. ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ പൊതുജനത്തിന്റെ മുന്നിൽ പച്ചയ്ക്ക് നിന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്നാണ്. ഒരു കണക്കിന് നമ്മളാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിനകത്തുനിന്ന് ഈ ഗോളത്തിൽ, ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കൊള്ള നടത്തി, ഇഷ്ടം പോലെ വാരി, ഇഷ്ടം പോലെ തിന്ന്, എല്ലാവരും ആർമാദിച്ച് അതിൻ്റെ ഭക്തരെ കുറേ പേരെ മണ്ടരുമാക്കി. സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് കോടതി വരെ പറഞ്ഞ്, എന്നിട്ടും പറയുന്നത് പോറ്റിയുടെ ആളുകളും എല്ലാം കൂടെ നടത്തിയത്, ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് യാതൊരു റോളും ഇല്ലെന്ന്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അകത്ത് കിടന്നത് ഇനി സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിലും എല്ലാം ആണോ എന്ന് നമുക്കറിഞ്ഞൂടാ. എല്ലാം കൂടെ പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ആകത്തുക എടുത്താൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെല്ലാം കൂടെ നോക്കിയെടുത്ത് ആകത്തുകയൊന്നും എടുക്കണ്ട, ഞങ്ങളത് കാണാനും ഇരിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളും പോ. അടുത്തിനി ആരെങ്കിലും ഉണ്ടോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഒരാൾ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ 90 ഡിഗ്രി കുനിയുന്നു. മിക്കവാറും ഗിന്നസ് ബുക്കിൽ കയറും കേട്ടോ. ഒരു കൊച്ചു കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ഒന്ന് കുനിഞ്ഞതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയ വാർത്ത. ഇനി ദേശാഭിമാനിയിൽ ഇന്നത്തെ പ്രധാന വാർത്ത ഏതായിരിക്കും? 99.9 ഡിഗ്രിയിലാണ് PM ശ്രീയിൽ ഒപ്പിടാൻ കുനിഞ്ഞതെന്നാണല്ലോ അഡ്വക്കേറ്റ് കേട്ടത്. അസൂയക്കാർ പറയുന്നതായിരിക്കും. അവിടെയൊക്കെ ചെന്ന് നമ്മുടെ മുഖ്യദാസൻ കുനിയുവോ? നേരെ നിവർന്ന് നിന്ന് അവർ തന്ന പേപ്പറിൽ ഒപ്പിട്ടിട്ടിക്ക് വന്നതായിരിക്കും. കുനിഞ്ഞു കാണാൻ സാധ്യതയില്ല. കൊച്ചു പിള്ളേർക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി മാത്രമല്ലേ നമ്മുടെ മുഖ്യം കുനിയാറുള്ളൂ. ഒരു ബസ്സിൽ സ്റ്റെപ്പിൽ ചവിട്ടി കയറാൻ മടിച്ചിട്ട് ലിഫ്റ്റ് വെച്ച ആളാ 90 ഡിഗ്രി ഉമ്മ വയ്ക്കാൻ കുനിഞ്ഞതിൻ്റെ. അത് ശരിയാ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുനിയുന്നതും നിവരുന്നതും ഒക്കെ തന്നെ വാർത്തകൾ. പിന്നെ PR വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡാണ് ഇപ്പം. എങ്ങനെ വെറൈറ്റി ചെയ്ത് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ വാർത്തയിൽ ഇടം നേടാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ PR-ൻ്റെ ഒരു വഴി. പിണറായി നന്നായിട്ട് കിണർ കുഴിക്കുന്നുണ്ട്. ഇലക്ഷന് തോറ്റാലും ജയിച്ചാലും അങ്ങേർക്ക് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തേക്കണേ. അങ്ങേര് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ ടൈം ഡ്യൂട്ടിയാണെന്നാണ് കേട്ടത്. പാവം ഏത് പരിവായോ എന്തോ.